ഓക്കെ, അപ്പോൾ for morbidly obese patients with BMIs greater than 40 or for patients with BMIs greater than 35 and conditions such as hypertension or type 2 diabetes that predispose them to other serious diseases, various surgical procedures can be used to reduce the fat mass of the body or to decrease the amount of food that can be eaten at each meal. ഇപ്പോൾ ഫോർ മോർബിഡ്ലി ഒബീസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒബീസ് നല്ല എക്സസ് വെയിറ്റ് ഉള്ള ആൾക്കാർ, ആ ഇൻഡിവിജ്വലിന് വേറെ കുറേ എക്സ്ട്രാ വേറെ കുറേ ഹെൽത്ത് ഇഷ്യൂസും ഹെൽത്ത് റിസ്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ BMI ഇങ്ങനത്തെ പേഷ്യൻസ് അവരുടെ BMI എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 40-നേക്കാളും BMI കൂടുതലോ അല്ലെങ്കിൽ ഓർ ഫോർ പേഷ്യൻറ്റ് വിത്ത് BMIs ഗ്രേറ്റർ ദാൻ 35 മുകളിൽ വരുന്ന മോർബിഡ്ലി ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താവും, ഇങ്ങനത്തെ കണ്ടീഷനിൽ ഹൈപ്പർ ടെൻഷനും BP കൂടുക, അല്ലെങ്കിൽ ഷുഗർ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ഇതൊക്കെ വരുന്നത് നമ്മളെ ഈ ദാറ്റ് മീൻസ് ഈ മോർബിഡ് ഒബീസ് ആയിട്ടുള്ള പേഴ്സൺ അവരുടെ BMI എന്ന് പറഞ്ഞാൽ 35-ന് മുകളിൽ എക്സ്ട്രാ ആവുകയും അവർക്ക് അതോടുകൂടി വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻസും ഡയബറ്റീസും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് വേറെ സീരിയസ് ഡിസീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷനായിട്ടുള്ളത് സർജിക്കൽ പ്രൊസീജിയേഴ്സും ഓപ്പറേഷൻസും ഒക്കെയാണ്. അപ്പോൾ വേരിയസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് ദ ഫാറ്റ് മാസ് ഓഫ് ദ ബോഡി ഓർ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ഫുഡ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ ഈച്ച് മീൽ. ദാറ്റ് മീൻസ് ഇങ്ങനത്തെയൊക്കെ പേഴ്സൺസിൽ ഡ്രഗ്സൊക്കെ എടുക്കുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് സർജിക്കലായിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുക. അത് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെഡ്യൂസ് ദ ഫാറ്റ് മാസ് ഓഫ് ദ ബോഡി, നമ്മൾ ബോഡിയിൽ ഓൾറെഡി കണ്ടെയ്ൻ ആയിട്ടുള്ള ഫാറ്റ് മാസ് കുറയ്ക്കുക എന്നുള്ളതും, അതായത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് വഴി കുറയ്ക്കുക എന്നുള്ളതും, ടു ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ഫുഡ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ അറ്റ് ഈച്ച് മീൽ, നമ്മൾ ഒരു സമയത്ത് കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതുമാണ് ഈ സർജിക്കൽ പ്രൊസീജിയർ വഴി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള 2 മോസ്റ്റ് കോമൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ടു ട്രീറ്റ് മോർബിഡ് ഒബേസിറ്റി ആർ ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി ആൻഡ് ഗാസ്ട്രിക് ബാൻഡിങ് സർജറി. ഇങ്ങനെയുള്ള ഈ മോർബിഡ് ഒബേസ് ആയിട്ടുള്ള പേഴ്സൺസിന് നമ്മൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള 2 സർജിക്കൽ മെത്തേഡ്സ് ആണ് ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിയും ഗാസ്ട്രിക് ബാൻഡിങ് സർജറിയും. അപ്പോൾ ഫസ്റ്റ് വൺ ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കോസ്റ്റ് വരുന്ന സർജറീസാണ് കേട്ടോ. രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആമാശയം മുറിച്ച് മാറ്റി, ആമാശയം ചെറുതാക്കുക, വയറ് ചെറുതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിയിൽ ഇൻവോൾവ്സ് കൺസ്ട്രക്ഷൻ ഓഫ് എ സ്മാൾ പൗച്ച് ഇൻ ദി പ്രോക്സിമൽ പാർട്ട് ഓഫ് ദി സ്റ്റൊമക് ദാറ്റ് ഈസ് ദെൻ കണക്റ്റഡ് ടു ദ ജെജിനം വിത്ത് എ സെക്ഷൻ ഓഫ് സ്മാൾ ബവൽ വേരിയിങ് ലെങ്ത്. ദ പൗച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സ്റ്റൊമക് വിത്ത് സ്റ്റേപ്പിൾസ്. അപ്പോൾ ഈ ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൊമക്കിൽ ഒരു എക്സ്ട്രാ പൗച്ച് കൺസ്ട്രക്റ്റ് ചെയ്യാണ്, ഒരു ചെറിയ സ്മോൾ പൗച്ച് കമ്പയർഡ് ടു സ്റ്റൊമക്ക്, ഒരു ചെറിയൊരു സ്മോൾ പൗച്ച് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് ജിജിനം എന്നുള്ള സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ജിജിനം എന്നുള്ള പോർഷൻ എങ്ങനെയായിരുന്നു, ഇലിയത്തിൻ്റെയും ഡ്യോഡനത്തിൻ്റെയും ഇടയിലായിട്ടുള്ള വരുന്ന പോർഷനാണ് ജിജിനം എന്ന് പറയുന്നത്. അത് അവർ തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡ്, ഇപ്പോൾ നമ്മൾ സോളോ ചെയ്ത ഫുഡ് ഡയറക്റ്റ് ഈ സ്മോൾ പൗച്ചിലേക്ക് വന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ബാക്കി സ്റ്റൊമക്കിൻ്റെ ഏരിയാസിലൂടെ ഒന്നും പോവാതെ ഡയറക്റ്റായിട്ട് ഈ ജിജിനത്തിലേക്ക് എത്തി ബാക്കി ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇൻടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജിൻ്റെ അളവ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് അവിടെ കുറക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യത്തിന് എത്തുന്നുണ്ട്, ആ സ്മോൾ പൗച്ചിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എമൗണ്ട് എത്തുന്നുണ്ട്, അതേപോലെ അതിൻ്റെ ഈ അബ്സോർപ്ഷൻ കുറക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. രണ്ടാമത്തെ സർജറിയാണ് ഗാസ്ട്രിക് ബാൻഡിങ് സർജറി. ഇൻവോൾവ്സ് പ്ലേസിംഗ് an adjustable band around the stomach near its upper end. This also creates a small stomach pouch that restricts the amount of food that can be eaten at each meal. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാൻഡ് പോലെയുള്ള സാധനം നമ്മൾ സ്റ്റൊമക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ പോർഷനിൽ ബാൻ ചെയ്യാണ്. അപ്പോൾ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് രണ്ട്
പോർഷൻസ് ആക്കിയിട്ട് ഒരു സ്മാൾ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഒരു സ്മാൾ പൗച്ചും ഒരു ലാർജ് പൗച്ച് പോലെ നിൽക്കും. അങ്ങനെ രണ്ട് സ്റ്റൊമക്കായിട്ടാണ് അവിടെ നിൽക്കുക. അതിൽ ഈ സ്മോൾ പൗച്ചിലേക്കാണ് നമ്മൾ ഫുഡ് ചെല്ലുക. ഇൻവോൾവ്സ് പ്ലേസിങ് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ബാൻഡ് വെച്ചിട്ടാണ് ഇതൊരു കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ചെറിയ പൗച്ചിലേക്ക് നമ്മൾ ഫുഡ് പോകുമ്പോൾ ഓരോ ഫുഡും അത് നിറയുന്നതോടുകൂടി ആ സ്മോൾ പൗച്ച് നിറയുന്നതോടുകൂടി നമ്മൾ പാർഷ്യലായിട്ട് നമ്മൾ ഹങ്കറിനെ അപ്പീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഹങ്കർ കുറച്ച് കുറഞ്ഞ് നമ്മൾ ഒരു മീലിൽ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൾദോ ദീസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ജനറലി പ്രൊഡ്യൂസ് സബ്സ്റ്റാൻഷ്യൽ വെയ്റ്റ് ലോസ് ഇൻ ഒബീസ് പേഷ്യൻസ്, they are major operations and their long-term effects on overall health and mortality are still uncertain. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് വഴി ചെയ്യുന്ന പേഷ്യൻസിന് ധാരാളം സബ്സ്റ്റാൻഷ്യൽ വെയ്റ്റ് ലോസ്, അത്യാവശ്യം വെയ്റ്റ് ലോസ് കുറക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്നത് മേജർ ഓപ്പറേഷൻസ് ആണ്, ലോങ് ടേം എഫക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് അവിടെ നമ്മളൊരു സ്മോൾ പൗച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ജിജനം വഴി കണക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു ബാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൊമക്കിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു ബാൻഡ് യൂസ് ചെയ്തിട്ട് രണ്ട് സ്റ്റൊമക്കായിട്ട് നിൽക്കുകയാണ്. അതിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഈ സ്മോൾ പൗച്ചിലേക്ക് പോയിട്ട് നമുക്ക് ഒരു പാർഷ്യൽ അത് നിറയുന്നതോടുകൂടി, അതായത് സ്മോൾ പൗച്ച് നിറയുന്നതോടുകൂടി നമ്മൾ പാർഷ്യൽ ഹങ്കർ അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റിമുലസ് നമുക്ക് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒബേസിറ്റിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. മെയിനായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കലോറിക് ഇൻടേക്ക് കുറക്കുക എന്നുള്ളത്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഡ്രഗ്സിൽ പിന്നെ കുറച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആംഫിറ്റമിൻസ്, സൈബുട്രമൈൻ, പിന്നെ ഓർലിസാറ്റ് എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യുക. പിന്നെ കൂടുതൽ എക്സസൈസും ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. പിന്നെ സർജിക്കൽ മെത്തേഡ്സ്, മോർബിഡ് ഒബേസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സർജിക്കൽ മെത്തേഡ്സാണ് ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറിയും ഗ്യാസ്ട്രിക് ബാൻഡിങ് സർജറിയും. ലോങ് ടേം എഫക്റ്റാണ് അത് നമ്മളുടെ ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുക. സോ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ജനറലായിട്ടുള്ള കാര്യമാണ്. കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.